ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നിങ്ങൾ പലരും ധാരാളം മെസ്സേജുകൾ അയച്ചു, വോയിസ് മെസ്സേജ് അയച്ചു, ചിലർ വിളിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാനത് ഗെയിൻ ചെയ്തത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് വലിയ ക്രെഡിറ്റായിട്ടൊന്നും കരുതണ്ട. ഇത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ നമ്മളത് കൃത്യമായിട്ട് മാർക്കറ്റിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആദ്യം ഗ്രൂപ്പിലില്ലാത്തവർ കേൾക്കുമ്പോൾ ഇങ്ങനെ എന്തോ ഈ പറയുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും. നമുക്ക് പുറകാലെ അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, ഇപ്പം മാർക്കറ്റ് ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. കാരണം ഞാനിന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഗ്രൂപ്പിലിട്ട വോയിസും അതിനോടനുബന്ധിച്ചിട്ട ചാർട്ടും ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസും പിന്നെ ഇന്നത്തെ മാർക്കറ്റും ഇതുകൂടെ ചേർത്തിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇങ്ങനൊരു കൺക്ലൂഷനിലേക്ക് എത്തിയത് എന്നാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ. ഇപ്പോൾ ഇന്നലത്തെ രാത്രിയിലത്തെ പിന്നെ ഡൗ ജോൺസിൻ്റെ ഒക്കെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് ഡൗ ജോൺസ് ഇന്നലെ വീണത്? ഇന്നലെ ഏകദേശം 800 പോയിൻറ്റിനടുത്താണ് ഡൗ ജോൺസ് ഇന്നലെ ഫോൾ ആയത്. നാസ്ഡാക്ക് ആണെങ്കിലും ഏകദേശം നാസ്ഡാക്ക് വലിയ ഫോളിലായിരുന്നു, റിക്കവർ ചെയ്തായിരുന്നു ഇല്ലേ. പക്ഷേ ഡൗ ജോൺസ് ഏകദേശം 800 പോയിൻറ്റോളം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പം നിഫ്റ്റിയും ഏകദേശം 300, 350, 400 പോയിൻറ്റ് വരെ ഗ്യാപ്പ് ഡൗൺ കാണിച്ചെങ്കിലും പിന്നെ നിഫ്റ്റി തിരിച്ച് കയറി ഇല്ലേ. തിരിച്ച് കയറി അതിനുശേഷം ഡൗ ജോൺസ് തിരിച്ച് കയറിയില്ല. അങ്ങനെ തന്നെ ഏകദേശം 800 പോയിൻറ്റിനടുത്ത് ക്ലോസിങ് കിട്ടി. നമ്മുടെ നിഫ്റ്റി തിരിച്ച് കയറി. രാവിലെ ആയപ്പോഴും നിഫ്റ്റി ചെറിയൊരു റിക്കവറി കാണിക്കാൻ തുടങ്ങി. കാരണം പിന്നെ US മാർക്കറ്റും ചെറിയ 100 പോയിൻറ്റിൽ ഒരു റിക്കവറി കാണിച്ചു. അതിനനുസരിച്ച് നിഫ്റ്റിയും കയറി. പക്ഷെങ്കിൽ നമ്മൾ മാർക്കറ്റിനെ ശരിക്കും വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇന്നലെ മാർക്കറ്റിലുണ്ടായ ഫോളിന് ശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു കാരണം ഉണ്ടായില്ല. നമുക്കത് കൃത്യമായിട്ട് മാർക്കറ്റിനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മാർക്കറ്റ് തിരിച്ച് കയറത്തക്ക വലിയ ന്യൂസുകളൊന്നും സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു ഓൾറെഡി, ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു മാനിപ്പുലേഷൻ നടന്നു. നമ്മളെ വീഡിയോ ആണ് നമ്മൾ ആദ്യം ചെയ്തത്. അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാവരും പറഞ്ഞു മാനിപ്പുലേഷൻ. കാരണം കൃത്യമായിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും അതൊരു മാനിപ്പുലേഷനായിരുന്നു. ഓക്കെ, ഒരു ന്യൂസ് ഇട്ട് കൊടുത്തു, അതിൻ്റെ പുറകെ ആൾക്കാർ കയറി തൂങ്ങി, അത് രക്ഷപ്പെടാനുള്ളവർ രക്ഷപ്പെട്ടു. അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു പോയിരുന്നു ഇല്ലേ. ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇന്നലെ ലാസ്റ്റ് മൊമെൻറ്റിൽ അവസാനത്തെ ഒരു 45 മിനിറ്റ് ഇല്ലേ, 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60, 65, 70, 75, ഏകദേശം 1.25 മണിക്കൂർ കൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? അരമണിക്കൂർ കൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി. അതിനുശേഷം ഒരു മണിക്കൂർ കൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി. ഒരു 30-40 മിനിറ്റ് കൊണ്ട് കയറി. അതിനുശേഷം 30-40 മിനിറ്റ് കൊണ്ട് മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വരികയും ചെയ്തു. ഇവിടുന്ന് ഇവിടം വരെ കയറിയപ്പോഴത്തേക്ക് രക്ഷപ്പെടാനുള്ളവരെല്ലാം രക്ഷപ്പെട്ടു ഇല്ലേ. തടി ഊരേണ്ടവനെല്ലാം വൃത്തിയായിട്ട് തടി ഊരി. ബാക്കി തോളലിരുന്ന ആരുടെയാണ്? നമ്മളെപ്പോലെ പാവം പിടിച്ച റീറ്റെയിലറുടെ മണ്ടയ്ക്കാണ് തോളലിരുന്നത്. അപ്പം അതിനുശേഷം മാർക്കറ്റ് ഇന്നലെ രാത്രി നല്ലപോലെ ഫോളോ ചെയ്തു. അപ്പം ഇവിടെ ഒരു പക്ഷെങ്കിൽ ഹോൾഡ് ചെയ്തവരോ അല്ലെങ്കിൽ പുട്ട് റൈറ്റ് ചെയ്തവരോ ഒക്കെ കാണും. അപ്പം അവർക്കൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടെങ്കിലും ഓപ്പൺ ചെയ്യണം, എന്നെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം ഞാൻ വോയിസ് ഇട്ടായിരുന്നു. എന്താ വോയിസ് ഇട്ടത്? നമുക്ക് കേൾക്കാം. എന്താണ് നമ്മൾ വോയിസ് ഇട്ടെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് കേൾക്കാം. 6:40 വോയിസ് സൗണ്ട് കൂട്ടി വെക്കാം. ചിലർ പറഞ്ഞ് സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കേട്ടോളൂ. ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് ഒരു 109 പോയിന്റ് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇന്നലത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആണ് വരേണ്ടത്. ഈ 100 പോയിന്റ് ഗ്യാപ്പ് ഡൗൺ എനിക്ക് അത്ര വിശ്വാസം അങ്ങോട്ട് പോരാ. ഓക്കെ, അപ്പം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കിയിട്ട് മാത്രമേ നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യാമോ. ഈ 150 പോയിന്റ് ഗ്യാപ്പ് ഡൗൺ എന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിവേ ഒരു പക്ഷേ ഓപ്പൺ ചെയ്ത് കുറച്ച് താഴോട്ട് വന്നതിന് ശേഷമേ മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ എന്നാണ്
നിലവിലത്തെ അവസ്ഥ വെച്ച് എനിക്ക് തോന്നുന്നു, എങ്കിലും അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. കാരണം ഈ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇന്നലെ കണ്ടില്ലേ മാനിപ്പുലേഷൻ, 900 പോയിന്റിന്റെ സെൻസെക്സ് 900 പോയിന്റിന്റെ മാനിപ്പുലേഷൻ ആണ് ഇന്നലെ നടന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ രാവിലെ ഈ 100 പോയിന്റ് ഗ്യാപ് ഡൗൺ ആരെയോ രക്ഷിക്കാൻ വേണ്ടിയാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നോക്കി കണ്ട് മാത്രം ട്രേഡ് എടുക്കുക. മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം ട്രേഡിനെ പറ്റി പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ മാർക്കറ്റ്, ഞാൻ പറഞ്ഞ് രാവിലെ പറഞ്ഞു ഈ ഗ്യാപ്പ്, ഈ പറയുന്ന ചെറിയ രീതിയിലുള്ളൊരു ഗ്യാപ്പ് ഡൗൺ എന്തിനു വേണ്ടിയോ ഉള്ള സംഭവമാണ്, പണി തരാൻ വേണ്ടിയാണെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ രാവിലെ പറഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ എന്ത് ചെയ്തു? നേരെ താഴോട്ട് വന്നു, ഇല്ലേ? താഴോട്ട് വന്നതിന് ശേഷം നോക്കിക്കേ, താഴോട്ട് വന്നു. ഇത് എത്ര പോയിന്റ് ഉണ്ട് ഇവിടുന്ന്? ഏകദേശം 600 700 ഒരു 100 പോയിന്റിനടുത്തുള്ള ഒരു ഫസ്റ്റ് ക്യാൻഡിലാണ് ഈ കാണുന്നത്. 100 പോയിന്റിനടുത്ത് പോട്ടെ, ഒരു 50-60 പോയിന്റുകൾ നമ്മൾ ഇതാണ് ഓപ്പണിങ്, ഈ ഡോട്ടഡ് ലൈനാണ് ഓപ്പണിങ്. ഓക്കെ, ഇത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിന് നടക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ മാർക്കറ്റ് താഴോട്ട് വന്നതിന് ശേഷം ഒരു റിക്കവറി സൈൻ കാണിച്ചു, ഇല്ലേ? ഈ റിക്കവറി സൈൻ കാണിച്ചപ്പോഴും ഞാനൊരു വോയിസ് ഇട്ടു. റിക്കവറി സൈൻ കാണിച്ചപ്പോൾ എന്താ വോയിസ് ഇട്ടത്? നമുക്ക് കേൾക്കാം. എന്താ കേട്ടോന്ന്? പഠിക്കേണ്ടവർ കേട്ടാൽ മതി കേട്ടോ, അല്ലാത്തവർ നിങ്ങൾ പൊയ്ക്കോ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റ് അത്രയും ഗ്യാപ്പ് അപ്പ് മീൻസ് ചെറിയൊരു ഗ്യാപ്പ് ഡൗണിൽ മാത്രം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ സംതിങ് റോങ് എന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാവും. കാരണം ഇന്നലെ അത്രയും ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ കാണിച്ചു. US മാർക്കറ്റൊക്കെ അത്രയും ഡൗൺ ആയിരുന്നു. എന്നിട്ടും നമ്മുടെ മാർക്കറ്റ് അത്രയും അങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തെങ്കിൽ അത് ആർക്കാണ്ട് വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയോ ഉള്ള ഒരു ഓപ്പറേറ്റർ പ്ലേ ആണെന്ന് ഞാൻ വിശ്വസിച്ചേ പേഴ്സണലായിട്ട്. ഓക്കെ, അപ്പം അതിനുശേഷം എന്താ സംഭവിച്ചത്? മാർക്കറ്റ് താഴോട്ട് വന്നു. ഏകദേശം പിന്നെ ഒരു 50-60 പോയിന്റുള്ള മാർക്കറ്റ് പിന്നെ താഴോട്ട് വന്നു. പിന്നെ അവിടുന്ന് ചെറിയൊരു റിക്കവറി നടത്തി. പക്ഷെ ഈ റിക്കവറി എന്താ പറയുന്നത്, സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ 24,719 കടക്കണം. മനസ്സിലായില്ല? അതായത് ഇന്നലത്തെ ക്യാൻഡിൽ ക്ലോസിംഗ് ഉണ്ടല്ലോ, അവിടെ ഒരു വരെയുണ്ട് 24,719. ആ 19 കടന്ന് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് റാലി ഉള്ളൂ. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം മുകളിലോട്ട് പോകുമ്പോഴും മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഇന്ന് വീക്കെൻഡ് ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കണം. കൃത്യമായ ഇടവേളയിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ ശ്രമിക്കണം. നമുക്കൊരു അപ്സൈഡ് കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ 719 ക്രോസ് ചെയ്ത് അതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് കൺഫർമേഷൻ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്ത് ക്ലിയർ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ഈ പറയുന്ന അപ്സൈഡ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഓപ്പറേറ്റർ പ്ലേ ആണ്. എന്തിനു വേണ്ടിയാണോ ഇത് എപ്പം പോയാലും ഈ 719 മുകളിൽ പോകാതെ നമുക്ക് മുകളിലോട്ടൊരു അപ്സൈഡ് മൊമെൻറ്റം ഇല്ല. ഓരോ പ്രാവശ്യം മുകളിലോട്ട് കയറുമ്പോഴും അവിടെ സെല്ലിംഗ് പ്രഷർ വരും എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു, ഇല്ലേ? ക്ലിയർ ആയിട്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചേ, ഓരോ പ്രാവശ്യം മുകളിലോട്ട് കയറും സെല്ലിംഗ് വരും, പിന്നെ മുകളിലോട്ട് കയറും, പിന്നെ ഓരോ പ്രാവശ്യം ഗ്രാജുവലി ഇത് കുറഞ്ഞ് താഴോട്ട് വരുമായിരുന്നു, ഇല്ലേ? ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയത്. അപ്പോൾ നമുക്ക് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താ സംഭവിച്ചെന്ന് നോക്കാം. അവിടെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൃത്യമായി മാർക്കറ്റിനെ വീക്ഷിക്കുകയും പഠിക്കുകയും അതിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ സംഭവമുള്ള കാര്യമല്ല. അല്ലാതെ ഞാൻ വലിയ കെടികെട്ടിയവനോ കേമനോ ഒന്നും അല്ല. ഇത് നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം, ഇതിൻ്റെ കൂടെ നടക്കണം. ഇപ്പോൾ ഞാൻ എപ്പോഴും പണ്ടെൻ്റെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് നമ്മുടെ കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മുഖം ഒന്ന് വാടിയാൽ, ശരിയോ പറ്റോ? നിങ്ങളിപ്പോൾ ആണായാലും എന്നെ കേൾക്കുന്ന നിങ്ങൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും, നിങ്ങളുടെ ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ കൂടെ നിങ്ങൾ കൂടെ നടക്കുമ്പം അവൻ്റെ മുഖം ഒന്നല്ല അവളുടെ മുഖം ഒന്ന് വാടിയാൽ, അവരുടെ മുഖത്തിൻ്റെ എന്താ പറയുന്നത് ഒരു ഭാവ വ്യത്യാസം ഉണ്ടായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളൊരു ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ശരിയോ തെറ്റോ ഞാൻ പറയും. നിങ്ങൾ ഒരു കോളേജ് സ്റ്റുഡൻസിനെ എടുക്കുക, രണ്ടുപേരും ഒരുമിച്ച് ആത്മസുഹൃത്തുക്കളാണ്, കോളേജിൽ പോകുന്നവരാണ്. അപ്പോൾ ഇവർ രണ്ടുപേരോടാണ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം വരുമ്പോൾ ഒരുത്തൻ്റെ മുഖം മ്ലാനമായിട്ടല്ല, ഒരുത്തിയുടെ മുഖം മ്ലാനമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവൻ്റെ കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സ്ഥിരമായിട്ട് കൂടെ നടക്കുന്ന ആൾക്കാണെങ്കിൽ പെട്ടെന്ന് കാര്യം പിടികിട്ടും, ഇല്ലേ? എന്തോ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ ഇവിടെ, സിമ്പിൾ. ഇത്രയേ ഉള്ളൂ ഇവിടെ. നിങ്ങൾ സ്ഥിരമായിട്ട് ഇതിൻ്റെ കൂടെ നടക്കുകയും ഇതിനെ സ്നേഹിക്കുകയും ഇതിൻ്റെ കൂടെ നടക്കുകയും ഇതിൻ്റെ ഭാവചലനങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ
സുന്ദരമായിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് പക്ഷേ 1 2 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് നടക്കത്തില്ല. കുറഞ്ഞത് 1 വർഷമെങ്കിലും ഇതിൻ്റെ കൂടെ നടക്കണം. ഒരു 6 മാസം മുതൽ 1 വർഷമെങ്കിലും കൃത്യമായി നിങ്ങൾ ചാർട്ടുകൾ വീക്ഷിക്കുകയും ഇതിൻ്റെ കൂടെ ഉള്ള ഗ്ലോബലി ഉള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഗ്ലോബൽ പിന്നെ മാർക്കറ്റുകളൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്ത് നിങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ സുന്ദരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഞാൻ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഇത് കേട്ടാൽ മതി കേട്ടോ, അല്ലാത്തവർ കേൾക്കണ്ട. എന്നിട്ട് നമുക്ക് അവസാനം മറ്റേ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ നമുക്ക് അതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഞാൻ അപ്സൈഡ് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു, ഇല്ലേ? പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. മാർക്കറ്റ് പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു? താഴോട്ട് വരുന്നു, മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു, മുകളിലോട്ട്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കഥ നോക്കിയത്. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കഥ നോക്കുമ്പം നമുക്ക് എന്താ മനസ്സിലാകുന്നത്? 25, 24, 600, ഇതാണ് 24,600, ഇല്ലേ? 24,600 എന്താണ് ഇവിടെ ഉള്ളത്? പുട്ട് റേറ്റിംഗ് ആണ് വളരെ കൂടുതൽ. അതിനർത്ഥം മാർക്കറ്റ് മുകളിലോട്ട് പോകും, ഇല്ലേ? ഇത് സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനേ സാധ്യത ഉള്ളൂ എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? 24,600 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പകുതിയിൽ കൂടുതൽ കോൾ റേറ്റിംഗ് ഉണ്ട്, ഇല്ലേ? ഈ 550-ലും 600, അല്ല ഇത് 600 650-ലും 700-ലൊക്കെ സ്ട്രോങ് ആയിട്ട് റേറ്റിംഗ് ഉണ്ട്. ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് റേറ്റിംഗ് കൂടുതൽ, ഇല്ലേ? കോൾ റേറ്റിംഗ് കൂടുതൽ ഇവിടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ സൂക്ഷിക്കണം. 24,600 മുകളോട്ട് താഴോട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, താഴോട്ട് മാർക്കറ്റ് വരുവാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം, എന്താ പറഞ്ഞതെന്ന്. ഇവിടെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,600 എന്ന് പറയുന്നത് സ്ട്രോങ് പുട്ട് റേറ്റിംഗ് ആണ്. 24,500-ലും 24,550-ലും 600-ലൊക്കെ സ്ട്രോങ് ആയിട്ട് പുട്ട് റേറ്റിംഗ് ഉണ്ട്. പക്ഷെ മാർക്കറ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ 24,700-ലും 650-ലും സ്ട്രോങ് ആയിട്ട് പുട്ട് കോൾ റേറ്റിംഗ് ഉണ്ട്. 24,600-ല് ഏകദേശം പകുതി കൂടുതൽ കോൾ റേറ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 24,600 എന്ന് പറയുന്നത് ഒരു നിർണായകമായ ഏരിയ ആണ്. 24,600 എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ 24,600 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോങ് അൺവൈൻഡിങ് നടക്കും. ലോങ് അൺവൈൻഡിങ് എന്താണ്, ഷോർട്ട് കവറിങ് എന്താണെന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുക അറിയാൻ വയ്യാത്തവർ. അപ്പം 24,600 ബ്രേക്ക് ചെയ്തൊരു 10-15 മിനിറ്റ് നേരം മാർക്കറ്റ് 600-ന് താഴെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഒരു ലോങ് അൺവൈൻഡിങ് നടക്കും. അത് മാർക്കറ്റിനെ 24,500-ലോട്ടൊക്കെ തള്ളിക്കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് 24,600 എന്ന് പറയുന്ന ഏരിയ വളരെ നിർണായകമാണ്. ഓക്കെ, അപ്പോൾ 24,600-ൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അല്ലേ? 24,600-ന് പൊട്ടി താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് പിന്നെ അവിടെ തന്നെ ആടി കളിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം സംഗതി കളി മാറി, ഇല്ലേ? ഇവിടെ 596, 600 റേഞ്ചാണ്. ഇവിടെ എത്രയാണ്? ഇവിടെ എത്ര നമ്മൾ കണ്ടത്? 610. ഇവിടെ 610 മാർക്കറ്റ് നിൽക്കുമ്പം ഇവിടെ എത്രയാണ്? പുട്ട് റേറ്റിംഗ് വളരെ കൂടുതലാണ്, കോൾ റേറ്റിംഗ് കുറവാണ്. അതായത് മാർക്കറ്റ് ഒരു ഫ്രഷ് ഒരാൾ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകും. കാരണം ഭയങ്കരമായിട്ട് പുട്ട് റേറ്റിംഗ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ള ധാരണയിൽ ഇവിടെ എന്ത് ചെയ്യും? ഇവിടുന്ന് കോൾ മേടിക്കും. സത്യമൊക്കെ ഉള്ളോ? ഇതേ സിനാരിയോ തന്നെ 610 ഇവിടെ, ഇല്ലേ? ഇവിടെ എത്രയാണ്? 590, 596, വെറും 10-15 പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ സംഗതി കളി മാറി. കണ്ടോ ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ പെട്ടെന്ന് ഇവിടെ കോൾ റേറ്റിംഗ് കൂടി, ഇല്ലേ? അതായത് എന്താണ് ഇവിടെ നമ്മൾ ഈ കറക്റ്റായിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ കോൾ റൈറ്റേഴ്സ്, ഇല്ലേ? കോൾ റൈറ്റേഴ്സ് ഇവിടെ കൂടിക്കൂടി വരികയാണ്. മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി പതുക്കെ ഇവിടെ റൈറ്റിംഗ് കൂടിക്കൂടി വരികയാണ്. പുട്ട് റേറ്റിംഗ് അനുസരിച്ച് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? മാർക്കറ്റ് താഴോട്ട് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഈ ചേഞ്ചസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാകും. ഇവിടെ നമ്മൾ നോക്കിയാലും നമുക്ക് മനസ്സിലാകും എന്താണ് പതുക്കെ എന്ത് ചെയ്ത് താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ താഴോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ കോൾ റേറ്റിംഗ് കൂടുന്നുണ്ട്. കോൾ റേറ്റിംഗ് ഇവിടെ കുറച്ച് കൂട്ടി വരുന്ന അനുസരിച്ച് മാർക്കറ്റ് പതുക്കെ അരിഞ്ഞ് എന്ത് ചെയ്തു? താഴോട്ട് വന്നു. അപ്പോൾ ഞാൻ അവിടെ എഴുതി നമുക്കൊരു ലെവലുണ്ടെന്നാ 24,566, ഇല്ലേ? 24,566 താണ്ടി ഇതാ ലൈൻ, ഇല്ലേ? ഈ ലൈൻ നമുക്ക് നിർണായകമാണ്. ഇത് പൊട്ടി താഴെ പോയാൽ മാർക്കറ്റ് 24,500-ലോട്ട് എത്തും എന്ന് ഞാൻ പറഞ്ഞു. ക്ലിയർ അല്ലേ? പറഞ്ഞില്ലയോ? നിങ്ങൾ പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കി കഴിഞ്ഞപ്പം ഇവിടെ ബലാബലമായി. ഇത് തെറ്റിദ്ധാരണയാണ്.
തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മാർക്കറ്റിനെ ഒന്ന് മോളോട്ട് കൊണ്ടുപോയി, ഇല്ലേ, ഒരു മോളോട്ടൊന്ന് കൊണ്ടുപോയി ഒരു ശ്രമം നടത്തിയാണ്ട് ഇവിടെ ഇത് കണ്ടോ, മാർക്കറ്റിനെ ഒന്ന് മോളോട്ട് കൊണ്ടുപോയി ഇവിടുന്ന് മാർക്കറ്റ് മോളോട്ട് കയറാൻ പോവുക എന്നൊരു പ്രതീതി വരുത്തി തീർത്ത് ഓപ്പൺ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ രണ്ടും ബലാബലം കാണിച്ച് മാർക്കറ്റിൽ ഇവിടെ എന്ത് വേണേൽ സംഭവിക്കാം എന്നുള്ളൊരു ധാരണ വരുത്തി തീർത്തു. ഇതൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ബലാബലം ആര് ജയിക്കും, ഞാൻ പറഞ്ഞു 26, 25, 24, 600 താഴെ മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, 25,500 തിരിച്ച് 24,500 വരും എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് മാർക്കറ്റ് ആദ്യം കുനിഞ്ഞു. ആദ്യം മാർക്കറ്റ് ഒന്ന് കുനിഞ്ഞു, ഒന്ന് ബ്രേക്ക് ചെയ്യും, ഒന്ന് ശ്രമിച്ചു. അതിനുശേഷം അവിടെ തിരിച്ചു കയറി. പിന്നെ അവിടുന്ന് ശേഷം പിന്നെ എന്ത് ചെയ്തു, ഒരു വൺ വേ ഫോളായിരുന്നു. ഈ ഫോളാണ് നമ്മൾ നോട്ട് ചെയ്തത്. നമ്മൾ സെൻസെക്സിനകത്തിൽ ഞാൻ സെൻസെക്സിൽ ഞാൻ പറഞ്ഞു, ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറിയപ്പോഴും ഞാൻ പറഞ്ഞു 24,566 പൊട്ടിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ 24,500 വരും എന്ന് പറഞ്ഞു. 24,500 പൊട്ടിച്ച് 24 ഏകദേശം 400 അടുത്ത് വരെ മാർക്കറ്റ് പോയി. അപ്പോൾ ഈ അവസ്ഥയല്ല, അപ്പോൾ ഈ മൊത്തം സെറ്റപ്പ് വെച്ചോണ്ടാണ് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഈ ഒരു കയറ്റം ഇവിടുന്ന് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറുന്ന ഒരു പ്രതീതി. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് അറിയാമോ, ഇവിടെ നിങ്ങൾ പലരും സി എടുത്താണ്. ഇവിടെ സി എടുത്തത് എന്തുകൊണ്ടാണ്, ഇന്നലത്തെ ചിന്ത നിങ്ങളുടെ മനസ്സിലിരിപ്പുണ്ട്. എന്താണ്, ഇന്നലെ മാർക്കറ്റ് അവസാന നിമിഷമായപ്പോൾ മാർക്കറ്റ് പറന്ന് കയറി ഇതുപോലൊരു കയറ്റം ഇവിടെയും ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തു, തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം. മാർക്കറ്റ് ഇവിടുന്ന് എന്ത് ചെയ്തു, ഇവിടുന്ന് ഇതുപോലെ ഇപ്പോൾ ഒരു റാലി ഇത് നടന്ന പോലെ തന്നെ ഇവിടെ ഒരു റാലി നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ആൾക്കാർ ചാടിക്കയറി സി എടുത്തുകയാണ്. പക്ഷേങ്കിൽ കൃത്യമായിട്ട് പെടുത്തി. ഈ പെടുത്തലിന് അവിടെയാണ് നമ്മൾ കയറിയത്. ഇവിടെ ഇങ്ങനെ പെടുത്ത് നമുക്ക് പണി തരും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിവിടെ സെൻസെക്സിൽ ഒരു ട്രേഡ് എടുത്തത്. സുന്ദരമായിട്ട് അതാണ് ഇന്നത്തെ ഏറ്റവും ഞാൻ എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ നോക്കി 79,500 800 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. 1,236 രൂപ വരെ ട്രെയിൽ ചെയ്തു. എന്നിട്ട് ഇവിടെ ഞാൻ കൊടുത്തില്ല ഈ സാധനം. ഇവിടെ അവസാനം വരെ ഞാനിത് ഹോൾഡ് ചെയ്യാം എന്ന് തീരുമാനിച്ച് തന്നെ ഏകദേശം 436 പോയിൻറ്റ് ക്യാപ്ചർ ചെയ്തു. എന്നിട്ട് ഞാൻ വിട്ടില്ല. ഇവിടെ വിടാത്തതിൻ്റെ കാര്യം വെച്ചാൽ ഇത് താഴോട്ട് വരുന്നുള്ള ഉറപ്പാണ്. അതിനുശേഷം ഇവിടെ എത്തിയപ്പോഴാണ് 1,236 കാണിച്ചത്. പിന്നെ മാർക്കറ്റ് ഇവിടെ തിരിച്ച് കയറി പിന്നെ ഒരു ഗ്രീൻ ക്യാറ്റ്. ഇതെന്താ സംഭവിച്ചത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. മാർക്കറ്റ് ഇവിടെ താഴോട്ട് ഇറങ്ങിയതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് പോയി കയറിപ്പോയെന്നുകൂടെ. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ മാർക്കറ്റിൽ പെട്ടെന്ന് ലോട്ടറി കിട്ടിയവരെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ശരിയല്ലേ, പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടിയവരെല്ലാം പെട്ടെന്ന് എല്ലാവരുടെ റീറ്റെയിലേഴ്സ് എല്ലാവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു ചെറിയ ബൈ വരും. മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറും. പിന്നെയും തദൈവ മാർക്കറ്റ് പിന്നെയും തിരിച്ച് താഴോട്ട്. കാരണം മാർക്കറ്റ് താഴോട്ട് വന്നേ ഒക്കത്തുള്ളൂ. കാരണം ഇന്ന് വീക്കെൻഡാണ്. മാർക്കറ്റ് ആരും പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. കാരണം രാത്രി എന്ത് സംഭവിക്കുന്നത്, ഇന്ന് 2 ദിവസം യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആരും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ എന്തായാലും ഒരു വീഴ്ച ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു മാർക്കറ്റിലെ ഒരു ലോങ് അൺവൈൻഡിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞ വോയിസ് ഇട്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ എന്തായാലും അത് ലാസ്റ്റ് വരെ അത് ഹോൾഡ് ചെയ്തു. ലോങ് അൺവൈൻഡിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു വോയിസ് ഇട്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഇല്ല, ആര് ജയിക്കും. ഓക്കെ, ഞാനത് ഇവിടെ പറഞ്ഞില്ല, ഞാൻ വേറെ അടുത്താണ് പറഞ്ഞത്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇവിടുന്ന് ഞാൻ വീണ്ടും ആ സാധനം കൊടുക്കാതെ വീണ്ടും നോക്കിക്കുക 800 എടുത്തത് 1,328 വരെ അത് ട്രയൽ ചെയ്ത് ഒരു ലോട്ട് ഏകദേശം 1,528 പോയിൻറ്റ് ഒരു ലോട്ടിൽ നമുക്ക് ലൈവായിട്ട് അത് ട്രയൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ സാധാരണ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം പറയാം. എന്തുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നുള്ളതിന് ഒരു ചരിത്രം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. എങ്കിലും ഞാനിത് പറയാം. സാധാരണഗതിയിൽ ഞാൻ പിന്നെ എൻ്റെ ഒരു ആത്മകഥയല്ല, ഒരു സംഭവം ഇൻസിഡൻറ്റ് പറയാം. ഞാൻ സാധാരണ രീതിയിൽ സെൻസെക്സ് ചെയ്യാറില്ല. കാരണം സെൻസെക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൈ നിൽക്കത്തില്ല, നഷ്ടം വരും. സാധാരണ രീതിയിൽ എനിക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ചിലപ്പം പ്രോഫിറ്റ് കിട്ടും. എങ്കിലും ഒരു ദിവസം കിട്ടിയാലും അതിൻ്റെ അടുത്ത ദിവസം വേറെ ഏതെങ്കിലും രീതിയിൽ ഈ സെൻസെക്സിൽ പോകും. കാരണം എനിക്ക് ഏറ്റവും ഇതിൽ വഴങ്ങുന്ന, നിങ്ങൾ താല്പര്യമില്ലാത്തൊരു പൊക്കം കേട്ടോ, കേൾക്കേണ്ടവർ മാത്രം കേട്ടാൽ മതി. എനിക്ക് നമ്മുടെ ഇൻഡെക്സിനകത്ത് ഏറ്റവും വഴങ്ങുന്നത് മിഡ് ക്യാപ്പാണ്. കാരണം മിഡ് ക്യാപ്പിലാണ് ഞാൻ എൻ്റെ ഈ എന്താ പറയുന്നത്
ഈ കളരി ആരംഭിച്ചത് മിഡ് ക്യാപ്പിലാണ്. പിന്നെ ലോട്ട് കൂട്ടിയപ്പോഴാണ് നിഫ്റ്റിയിലോട്ട് മാറിയത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വഴങ്ങുന്നത് മിഡ് ക്യാപ്പാണ്. അതിന് ശേഷമാണ് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയൊക്കെ വളരെ റെയറായിട്ട് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. സെൻസെക്സ് ഞാൻ തൊടാറേ ഇല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈയിടെ ഒരു 2-3 ആഴ്ചയ്ക്ക് മുന്നേ പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ, സീനിയർ ഗ്രൂപ്പിൽ ചെറിയൊരു സംസാരത്തിന് വഴി വന്നു. അതായത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യായം പാലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ഗതി പിടിക്കത്തില്ല എന്നൊരു ടോക്ക് വന്നു. അതായത് കൂടുതൽ പോയിന്റുകൾ ക്യാപ്ചർ ചെയ്യണം, അല്ലെങ്കിൽ വലിയ ട്രേഡുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ കൂടുതൽ നേരം ഹോൾഡ് ചെയ്യണം, മിനിമം 100 പോയിന്റ് 150 പോയിൻ്റൊക്കെ സെൻസെക്സിൽ പിടിക്കണം എന്നൊക്കെ ഒരു സംസാരം അവിടെ വന്നു. അപ്പം എനിക്ക് അതിനോടൊരിക്കലും യോജിക്കാൻ പറ്റില്ല. നമ്മുടെ സിദ്ധാന്തം എന്താണ്? ന്യായം. അങ്ങനെ ന്യായം പാലിച്ചെങ്കിൽ മാത്രമേ നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം 1-2 ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടുമായിരിക്കാം. 1-2 ചിലപ്പോൾ 3 ഒരാഴ്ചയോ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമായിരിക്കാം. പക്ഷെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥായിയായി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിന്ന് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യായം പാലിച്ച് മുന്നോട്ട് പോയെങ്കിൽ നിങ്ങൾക്ക് നിലനിന്ന് പോകാൻ പറ്റില്ല. അത് നിങ്ങളിൽ പലരും, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും അത് മനസ്സിലായി കാണും. പക്ഷെങ്കിൽ അത് മനസ്സിലാകാത്ത എന്തോ, അല്ലെങ്കിൽ പിന്നെ കൂടുതൽ ഗെയിൻ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ പറ്റത്തില്ല, 10 പോയിൻ്റ് 15 പോയിൻ്റ് പറ്റത്തില്ല, മിനിമം നിഫ്റ്റിയിൽ ഒരു 30-40-50 പോയിൻ്റ് പിടിക്കണം, സെൻസെക്സിലാണെങ്കിൽ ഒരു 100 പോയിൻ്റെങ്കിലും മിനിമം പിടിക്കണം എന്നെങ്കിൽ നമുക്ക് ഇതിനകത്തിൽ പിന്നെ ഒരു നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു ചിന്തയും മനോഭാവവും സംസാരമൊക്കെ വന്നു. അപ്പം ഞാൻ അവരെ അവരുടെ വഴിക്ക് വിട്ടു. അവർ ചെയ്തോട്ടെ, എങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളൂ. നമുക്ക് പറ്റത്തില്ല, നമുക്ക് ആ ഒരു പോളിസി പിന്തുടരാൻ പറ്റത്തില്ല. അപ്പോൾ സെൻസെക്സ് ഞാനത് തൊടാറേ ഇല്ല സെൻസെക്സിനകത്തിൽ. അപ്പം ഞാൻ പിന്നെ ആലോചിച്ചു. അപ്പോൾ എനിക്കത് മാനസികമായിട്ട് അവരിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പോയി. അപ്പോൾ അവർക്ക് പുതിയ മേഖലകൾ തേടി, അല്ലെങ്കിൽ കൂടുതൽ ഗെയിൻ കിട്ടുന്ന മേഖലകൾ തേടി അവർ പോയി. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് ശരിക്കും മാനസിക പ്രയാസം ഉണ്ടായത്, അതിലൊരാൾ ശരിക്കും ഞാൻ എൻ്റെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ചിരുന്ന ഒരാൾ, എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ടൊരു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ചിരുന്ന ഒരാളും ഈ ന്യായത്തിനകത്ത് തൃപ്തനല്ലാതെ അദ്ദേഹവും പോയി. അപ്പോൾ അതെനിക്ക് ശരിക്കും ഒരു മാനസിക പ്രയാസം ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് സെൻസെക്സ് ചെയ്തുകൂടാ? അപ്പം ഞാൻ പിന്നെ അതിന് കുറച്ച് ദിവസം ആ സെൻസെക്സിനെ പറ്റി പഠിക്കാനും, എങ്ങനെ ഒരു ട്രേഡ് എടുക്കണം, അല്ലെ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്, മെരിക്കേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്തതിന് ശേഷം, ഓക്കെ, ഇവരിപ്പോൾ ഈ 100 പോയിൻ്റ് പിടിക്കാൻ വേണ്ടി 100 പോയിൻ്റ് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇവർ പോയത്. അപ്പോൾ എന്നാൽ ഒരു കാര്യം നമുക്കൊന്ന് ഒരു കൈ നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സ്വയം ട്രെയിനറായി സ്വയം എന്നോട് തന്നെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ, ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു മറ്റ് ഇൻഡെക്സുകളിൽ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ അതിന് ശേഷം കൃത്യമായി സെൻസെക്സിൽ ഒരു 100 പോയിൻ്റ് 150 പോയിൻ്റ് 200 പോയിൻ്റൊക്കെ നമുക്ക് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കി. അത് നമ്മൾ വിജയം കാണുകയും ചെയ്തു. അപ്പം ഇന്ന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം എന്നാൽ പിന്നെ അത് പരീക്ഷിച്ച് കളയാം എന്ന് വിചാരിച്ചാണ് രാവിലെ തന്നെ ഞാൻ നമുക്ക് ആ ഒരു ചാൻസ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആ സ്ട്രൈക്ക് 79,500 ആ സ്ട്രൈക്ക് എടുത്ത് ഹോൾഡ് ചെയ്തു. ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി എന്തായാലും ഒരു ഫോള് കിട്ടും, കാരണം ഓപ്പൺ ഇൻട്രസ്റ്റ് സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. എങ്ങനെയാണെങ്കിൽ ഇത് ലാസ്റ്റ് വരെ ഹോൾഡ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ആ ഒരു ലോട്ട്, ജസ്റ്റ് എ സാമ്പിൾ പോലെ തന്നെ ഒരു ലോട്ട് ലാസ്റ്റ് മൊമെൻ്റ് വരെ ഹോൾഡ് ചെയ്താണ് ഇത്രയും പ്രോഫിറ്റ് ഒരു ലോട്ടിൽ, 1 ലോട്ടിൽ നമുക്കിത് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ആരെയും കാണിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ വലിയ മിടുക്കനാണെന്ന് കാണിക്കാൻ വേണ്ടിയൊന്നും അല്ല. അപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആർക്കും പിന്നെ നേടാൻ പറ്റാത്തതൊന്നുമില്ല. നേടാൻ പറ്റും, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി അതിനെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ, പിന്നെ കുറച്ച് സൈക്കോളജി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാം. എനിക്കെന്നല്ല, ആർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായ പഠനം വേണം. കൃത്യമായി മാർക്കറ്റിനെ പഠിക്കണം, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കണം, മാർക്കറ്റ് എങ്ങനെ ചലിക്കുന്നു, എന്തുകൊണ്ട് ചലിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് തെളിവായിട്ട് കാണിക്കാൻ വേണ്ടി, ഓക്കെ സാറിൻ്റെ സെൻസെക്സ് അറിയത്തില്ല, അല്ലെ സാറ് സെൻസെക്സ് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഇവരൊക്കെ പോയത്. മനസ്സിലായില്ലേ? അത് ജസ്റ്റ് വിരലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പം എന്തുകൊണ്ടാണെന്ന് അവർ അങ്ങനെ ചിന്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ന്യായത്തിൽ തൃപ്തനാകാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ന്യായത്തിൽ അപ്പം ന്യായമല്ലാതെ നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ കാര്യങ്ങൾ. പക്ഷേങ്കിൽ ഇത് എന്നും നടക്കുന്ന കേസല്ല. എന്നും നമുക്കിതുപോലെ ഫോൾ കിട്ടുമോ? കിട്ടത്തില്ല. വൺസ് ഇൻ എ വൈൽ മാത്രം, വല്ലപ്പോഴും ഒരിക്കൽ മാത്രം കിട്ടുന്നൊരു മൂവ്, ആ മൂവിനെ നമ്മൾ മനസ്സിലാക്കി യൂട്ടിലൈസ് ചെയ്യുന്നു. അതൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ ആഴ്ചയും സെൻസെക്സിൽ നമുക്കിങ്ങനെ കിട്ടണമെന്ന് വാശി പിടിച്ച് നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ അവസരം വരുമ്പം ആ അവസരത്തെ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. അങ്ങനെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച ഒരു സിനാരിയാണ് ഈ കണ്ടത്. അപ്പം അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള അവസരങ്ങൾ അതിനെ ഫോളോ ചെയ്യണമെങ്കിലോ ട്രെയിൽ ചെയ്യണമെങ്കിലോ ഇങ്ങനെയുള്ള അവസരങ്ങൾ മുതലാക്കണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മാർക്കറ്റിനെ പഠിക്കണം. പഠിക്കാതെ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് ആ കാര്യം അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പോൾ ഇതുപോലെ നല്ലൊരു ഫോൾ കിട്ടി. അതിനുശേഷം മാർക്കറ്റ് ജസ്റ്റ് ഒരു ഗെയിനോടുകൂടെ 24,450 ക്ലോസ് ചെയ്തത്. ഇവിടെ ക്ലോസിങ് 69 കാണിക്കുന്നത്. 450 ഏകദേശം ഈ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം അടുത്ത ദിവസം ഈ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ വരുന്ന 2 ദിവസം വളരെ നിർണായകമാണ്. ഞാൻ പറഞ്ഞതിൽ കഴിഞ്ഞ പ്രാവശ്യം യുദ്ധം ഉണ്ടായപ്പോഴാണ് വീക്കെൻഡിലാണ് ഉണ്ടായത്. അപ്പം ഈ പ്രാവശ്യം ഒരു പക്ഷെങ്കിൽ ഇറാനെ തൂത്ത് പുറക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഈ ശനി ഞായർ അവർ ഉപയോഗിക്കും, പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ശനി ഞായറും തൂത്ത് പുറക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. 2 ദിവസം കൊണ്ട് തീരുവോ അതോ പിന്നെ ഇതങ്ങോട്ട് നീണ്ടുപോകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ല, ഇതിന് അടി തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും സമവായം ചർച്ച വന്ന് സംഭവം കോംപ്രമൈസ് ആയാലും നമുക്ക് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പം എന്താണ് തിങ്കളാഴ്ച എന്ന് നമുക്ക് ഈ 2 ദിവസം വളരെ നിർണായകമാണ്. അപ്പം അതിനിടയിൽ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് വീക്കെൻഡ് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അതിനനുസരിച്ച് നമുക്ക് എന്തായാലും ഞായറാഴ്ച മാത്രമേ ഞാൻ വീക്കിലി അനാലിസിസ് ചെയ്യുന്നുള്ളൂ. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ചെയ്യത്തുള്ളൂ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. അപ്പോൾ നിങ്ങൾ വീക്കെൻഡിൽ കിട്ടുന്ന സമയം പഠിക്കാൻ ശ്രമിക്കുക. ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പിന്നെ പ്ലേലിസ്റ്റുകൾ 2 പ്ലേലിസ്റ്റുകളുണ്ട് നമ്മുടെ മിഡ് ക്യാപ് ഡോക്ടറിനകത്തിൽ. ഒന്ന് പ്രൈസ് ആക്ഷൻ സീരീസും പിന്നെ ഒന്ന് സ്പെഷ്യൽ വീഡിയോസ്. ഇത് 2 നിങ്ങൾ കാണാൻ ശ്രമിക്കുക സമയമെടുത്ത്. നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് വർത്താണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ കേട്ട് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വേ നേരെ ട്രേഡിങ്ങിൽ നിലനിന്ന് പോകാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. എൻജോയ് വിത്ത് യുവർ ഫാമിലി. താങ്ക് യു സോ മച്ച്.